ദിവസങ്ങൾ മാത്രം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭാരത് പോൾ പോർട്ടൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. CBIക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്ന പോർട്ടൽ ഇപ്പോൾ എല്ലാ ഏജൻസികൾക്കും ലഭ്യമായി എന്നതാണ് പ്രധാന കാര്യം. അതായത് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾക്കും ഈ പോർട്ടലിനെ ആശ്രയിക്കാമെന്ന് ചുരുക്കം. ആദ്യം നോക്കാം എന്താണ് ഭാരത് പോൾ എന്ന്. ഇന്റർപോളുമായുള്ള സഹകരണത്തോടെ രാജ്യാന്തര കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ സഹായിക്കുന്ന ബ്രോഡ്കാസ്റ്റ് ഹബ്ബാണ് ഭാരത് പോൾ. പരിധികളില്ലാതെ ഇന്റർപോളുമായി ബന്ധപ്പെടാൻ ഭാരത് പോൾ വഴി കേന്ദ്ര സംസ്ഥാന ഏജൻസികൾക്കും ഇനി സാധിക്കും. ഉദാഹരണത്തിന് കേരള പോലീസ് അന്വേഷിക്കുന്ന ഒരു തട്ടിപ്പ് കേസിലെ പ്രതി വിദേശത്താണെങ്കിൽ ഉടൻ ഭാരത് പോൾ വഴി അന്വേഷണവും നടപടിയും വേഗത്തിലാക്കാം. രാജ്യത്തെ ഇന്റർപോളിന്റെ സെൻട്രൽ ബ്യൂറോ എന്ന നിലയിൽ വിവിധ കേസുകളിലെ രാജ്യാന്തര സഹകരണത്തിന് CBIയെയാണ് മറ്റ് ഏജൻസികൾ ആശ്രയിക്കേണ്ടത്. സുഗമമായ നടപടിക്രമങ്ങൾക്കായി ഇന്റർപോൾ ലെയ്സൺ ഓഫീസേഴ്സ് അഥവാ ILOമാരെ സമീപിക്കണം. കമ്മീഷണർ, SP എന്നീ റാങ്കുകളിലുള്ള പോലീസുകാരായിരിക്കും യൂണിറ്റ് ഓഫീസർമാരായി ILOമാർക്കൊപ്പം പ്രവർത്തിക്കുക. ഇതുവരെ എഴുതി നൽകുന്ന അപേക്ഷകളും ഫാക്സ് സന്ദേശങ്ങളും ഇമെയിലുകളുമാണ് ബന്ധപ്പെടാനുണ്ടായിരുന്ന മാർഗമെങ്കിൽ ഭാരത് പോൾ വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പല രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ സംഭവിക്കുമ്പോഴും വേഗക്കുറവാണ് പലപ്പോഴും വെല്ലുവിളി. സൈബർ കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത് എന്നിവയെല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ അതിവേഗ ഇടപെടലുകൾ അനിവാര്യമായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഭാരത് പോൾ നിർണായകമായി മാറുന്നത്. പോർട്ടലിൽ കയറി അതിവേഗത്തിൽ പരാതികൾ ഇന്റർപോളിന് കൈമാറാനും വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് സേനകൾക്കും ഏജൻസികൾക്കും ഇനി സാധിക്കും. ഈ കഴിഞ്ഞ വർഷം വിദേശത്തേക്ക് കടന്ന 26 ക്രിമിനലുകളെയാണ് ഇന്ത്യ ഇന്റർപോളിന്റെ സഹായത്തോടെ തിരികെ എത്തിച്ചത്. 2021 ശേഷം മാത്രം 100-ലേറെ ക്രിമിനലുകളെ ഇന്റർപോൾ കൈമാറി. ഭാരത് പോളിന്റെ സഹായം ലഭ്യമാകുന്നതോടെ ഈ കണക്ക് പല മടങ്ങ് ഉയരും. തത്ക്ഷണത്തിലുള്ള വിവര കൈമാറ്റമാണ് ഭാരത് പോളിന്റെ പ്രധാന സവിശേഷത. വളരെ പെട്ടെന്ന് റെഡ് കോർണർ നോട്ടീസ് പോലെയുള്ളവ പുറപ്പെടുവിക്കാൻ ഭാരത് പോൾ സഹായിക്കും. ഇന്ത്യയിൽ കുറ്റകൃത്യം നടത്തിയ ശേഷം കടന്നുകളയുന്ന ക്രിമിനലുകൾ നമ്മുടെ നിയമവ്യവസ്ഥയെ പലപ്പോഴും വെല്ലുവിളിക്കും. അത്തരം പ്രവണതകൾക്കും വിരാമമാകും ഭാരത് പോൾ പൂർണ്ണ സജ്ജമാകുന്നതോടെ. ചില സന്ദർഭങ്ങളിൽ ഇന്റർപോൾ ബ്യൂറോയായ NCBയുടെ വിപുലീകൃത ഏജൻസിയായി പ്രവർത്തിക്കാൻ നമ്മുടെ കേരള പോലീസിന് പോലും സാധിക്കും. 195 രാജ്യങ്ങളുമായുള്ള സഹകരണം വഴി അവിടെ നടത്തേണ്ട അന്വേഷണങ്ങളും മറ്റ് നടപടികളും അനായാസമാകുന്നു. ഈ രാജ്യങ്ങളിലെ പോലീസിന്റെ സഹായവും നമുക്ക് തേടാം. ഇക്കാര്യങ്ങൾ കൊണ്ടാണ് സമർത്ഥവും അതിവേഗത്തിലുമുള്ള അന്വേഷണം ഇനി സാധ്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെട്ടത്. CBIക്കായിരിക്കും ഭാരത് പോൾ ഫലപ്രദമായി നടപ്പാക്കാനുള്ള ചുമതല. ജുഡീഷ്യറിയെ കൂടുതൽ സുതാര്യമാക്കാനും കരുത്തുറ്റതാക്കാനും ഭാരത് പോൾ കാരണമാകുമെന്നുറപ്പ്. വിദേശങ്ങളിൽ പതിയിരിക്കുന്ന കുറ്റവാളികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കായുള്ള വിലങ്ങ് ഇവിടെ തയ്യാറാകുന്നുണ്ട്.